തൃക്കാക്കര നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ വാർഡ് കൗൺസിലർക്കും പിതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ. കൗൺസിലറുടെയും പിതാവിന്റെയും കടുത്ത മാനസിക പീഡനം മൂലമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ഹരിതകർമ്മ സേനാ അംഗമായ രമ്യ കുന്നത്തുനാടാണ് പോലീസിന് മൊഴി നൽകി. തൃക്കാക്കര നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗമായി 14 വർഷമായി ജോലി ചെയ്യുന്ന ആളാണ് രമ്യ. തൃക്കാക്കര നഗരസഭയിലെ തന്നെ 38-ാം വാർഡ് കൗൺസിലർ ആയിഷ സുബൈർ, പിതാവ് സുബൈർ എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാശ്രമം നടത്തിയ രമ്യയുടെ മൊഴിയിലെ പ്രധാന ആരോപണങ്ങൾ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയതാണ് തനിക്കെതിരെയുള്ള നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നു. തനിക്ക് ജോലിയിൽ തുടരാൻ അനുവാദം നൽകില്ലെന്ന് കൗൺസിലറുടെ ഭർത്താവ് ഭീഷണിപ്പെടുത്തിയതായും മൊഴിയിലുണ്ട്. കൗൺസിലറും പിതാവും ചേർന്ന് നടത്തുന്ന മാനസിക പീഡനത്തിനെതിരെ രമ്യ മുൻപും പോലീസിൽ പരാതി നൽകിയിരുന്നു. തൃക്കാക്കര നഗരസഭാ ചെയർമാൻ റാഷിദ് ഉള്ളംപള്ളിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ഈ പരാതി ഒത്തുതീർപ്പാക്കിയതാണ്. എന്നാൽ ഇതിനുശേഷവും കൗൺസിലറുടെയും പിതാവിന്റെയും ഭാഗത്തുനിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടാവുകയും തുടർന്ന് രമ്യയെ നിലവിൽ ജോലി ചെയ്തിരുന്ന വാർഡിൽ നിന്നും നിർബന്ധപൂർവ്വം മാറ്റുകയുമായിരുന്നു. ഇതേ തുടർന്നുള്ള കടുത്ത മാനസിക വിഷമത്തിലാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് അറിയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ജനം, കൊച്ചി.